നമസ്കാരം. പോലീസ് തലപ്പത്ത് നിന്നും പിണറായി വിജയന്റെ വിശ്വസ്തരെ കൂട്ടത്തോടെ സ്ഥലമാറ്റാൻ ഒരുങ്ങി വി.ഡി. സതീശൻ സർക്കാർ. കേരള പോലീസിന്റെ തലപ്പത്ത് വൻ അഴിച്ചുപണികൾക്കും നാടകീയ നീക്കങ്ങൾക്കുമാണ് വഴിയൊരുങ്ങുന്നത്. പിണറായി സർക്കാരിന്റെ കാലത്തെ വിശ്വസ്തരായിരുന്ന ഉദ്യോഗസ്ഥരെ ഒരുക്കി പിണറായിയുടെ കണ്ണിൽ കരടായി മാറിയവരെ സുപ്രധാന പദവികളിലേക്ക് കൊണ്ടുവന്ന് നിർണായക മാറ്റങ്ങൾക്കാണ് വി.ഡി. സതീശൻ സർക്കാർ നീങ്ങുന്നത്. സർക്കാരിന്റെ വിശ്വസ്തരായ ഉദ്യോഗസ്ഥരെ പ്രധാന കസേരകളിൽ പ്രതിഷ്ഠിക്കാനും കടുത്ത വിവാദങ്ങളിൽപ്പെട്ടവരെ വെട്ടിനിരത്താനുമുള്ള നീക്കങ്ങളാണ് ആഭ്യന്തര വകുപ്പിൽ നടക്കുന്നത്. CPM-കാരുടെ കണ്ണിൽ കരടായി കഴിഞ്ഞ 10 വർഷത്തോളമായി അപ്രധാന തസ്തികകളിൽ ജോലി ചെയ്യേണ്ടി വന്നവർക്കും നിർണായക തസ്തികകൾ നൽകാനാണ് നീക്കം. IPS-ൽ നിർണായക മാറ്റങ്ങൾക്കാണ് വഴിയൊരുങ്ങുന്നത്. ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരുന്ന MR അജിത് കുമാറിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് കമ്മീഷണർ പദവികളിലും DGP റാങ്കുകളിലും വൻ മാറ്റങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ വ്യക്തമാകുന്നത്. വിവാദങ്ങളും കടുത്ത കേസുകളും കൈകാര്യം ചെയ്ത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ സ്വാധീനമുള്ള SP ഷൗക്കത്ത് അലിയെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറാക്കാൻ സർക്കാരിന് കനത്ത ആലോചന നടക്കുന്നുണ്ട്. തലസ്ഥാനത്തെ ക്രമസമാധാന നില പൂർണ്ണമായും തങ്ങളുടെ കൺട്രോളിൽ നിർത്താൻ വിശ്വസ്തനായ ഒരു ഉദ്യോഗസ്ഥൻ വേണമെന്ന നിലപാടിലാണ് ഷൗക്കത്ത് അലിയെ നിയമിക്കുന്നത്. TP ചന്ദ്രശേഖരൻ വധക്കേസ് അന്വേഷിച്ച AP ഷൗക്കത്ത് അലി നിലവിൽ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ആണ്. അദ്ദേഹമാണ് മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കം ഉൾപ്പെട്ട രക്ഷാപ്രവർത്തന കേസ് അന്വേഷിക്കുന്നത്. അതേസമയം മുൻപ് സസ്പെൻഷനിലാവുകയും പിന്നീട് ശക്തമായി തിരിച്ചുവരികയും ചെയ്ത IG P വിജയനെ സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള പ്രധാന പദവിയിലേക്ക് കൊണ്ടുവരാനും നീക്കങ്ങളുണ്ട്. ക്രമസമാധാനം, ഇന്റലിജൻസ്, ക്രൈംബ്രാഞ്ച്, ജയിൽ, പോലീസ് ആസ്ഥാനത്തിന്റെ ചുമതല തുടങ്ങിയവയാണ് ADGP റാങ്കിലുള്ളവർ വഹിക്കുന്ന തന്ത്രപ്രധാന തസ്തികകൾ. ഇതിൽ ക്രമസമാധാനവും ക്രൈംബ്രാഞ്ചും നിലവിൽ H വെങ്കിടേഷ് ആണ് വഹിക്കുന്നത്. വെങ്കിടേഷിനെ മാറ്റി വിജയനെ നിയമിക്കാനാണ് നീക്കം. സർക്കാരിനുള്ളിലെ ചില തർക്കങ്ങൾ പരിഹരിച്ച് വിജയനെ പ്രധാന ധാരയിലേക്ക് കൊണ്ടുവരുന്നത് പോലീസിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തൽ. നിലവിൽ വിജിലൻസ് മേധാവിയായ മനോജ് എബ്രഹാം ആ പദവിയിൽ തന്നെ തുടർന്നേക്കും. വിജിലൻസിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ സർക്കാരിന് പൂർണ്ണ തൃപ്തിയുള്ളതിനാലാണ് ഈ തീരുമാനം. അതേസമയം പോലീസ് ആസ്ഥാനത്തെ ഏറ്റവും ഞെട്ടിക്കുന്ന നീക്കം DGP റാങ്കിലേക്കുള്ള പ്രൊമോഷനുമായി ബന്ധപ്പെട്ടാണ് നടക്കുന്നത്. കേന്ദ്ര ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞ് മടങ്ങിയെത്തിയ DGP നിതിൻ അഗർവാൾ സർവീസിൽ നിന്നും രാജിവെക്കാൻ ഒരുങ്ങുന്നതായാണ് വിവരം. അങ്ങനെയെങ്കിൽ ഒഴിഞ്ഞുകിടക്കുന്ന DGP പദവിയിലേക്ക് സീനിയോറിറ്റി അനുസരിച്ച് എത്തേണ്ടത് വിവാദ നായകൻ MR അജിത് കുമാറാണ്. എന്നാൽ മുൻപ് ഉയർന്നു വന്ന കടുത്ത രാഷ്ട്രീയ വിവാദങ്ങളുടെയും അന്വേഷണ റിപ്പോർട്ടുകളുടെയും പശ്ചാത്തലത്തിൽ അജിത് കുമാറിന് DGP-ആയി പ്രൊമോഷൻ നൽകാൻ സർക്കാരിന് ഒട്ടും താല്പര്യമില്ല. പ്രൊമോഷൻ നൽകിയാൽ അത് വലിയ രാഷ്ട്രീയ ആയുധമായി പ്രതിപക്ഷം ഉപയോഗിക്കും. അതിനാൽ നിതിൻ അഗർവാൾ രാജിവെക്കുന്ന മുറയ്ക്ക് അജിത് കുമാറിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ വകുപ്പുതല അന്വേഷണം ചൂണ്ടിക്കാട്ടി പ്രൊമോഷൻ തടഞ്ഞുവെക്കാനുള്ള നിയമോപദേശമാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് തേടുന്നത്. ഇത് സംബന്ധിച്ച അന്തിമ ഫയലുകൾ മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ്. അതേസമയം രക്ഷാപ്രവർത്തനം കേസിൽ ഉൾപ്പെട്ട പ്രതികളെ രക്ഷിക്കാൻ വഴിവിട്ടിടപെട്ടു എന്ന് തെളിഞ്ഞാൽ അജിത്തിനെതിരെ വകുപ്പുതല നടപടി വരാം. ഇക്കാര്യത്തിൽ അജിത് കുമാറിന് സസ്പെൻഷൻ ഉറപ്പാണെന്നാണ് പോലീസ് വകുപ്പിൽ നിന്ന് തന്നെ ലഭിക്കുന്ന സൂചന. ബെഫ്കോ CMT സ്ഥാനം വഹിക്കുന്ന ADGP MR അജിത് കുമാറിനെ മാറ്റി പുതിയ ഉദ്യോഗസ്ഥൻ വരണമെന്ന താല്പര്യം എക്സൈസ് മന്ത്രി M ലിജുവിനുമുണ്ട്. ഇക്കാര്യം അദ്ദേഹം ഉന്നയിച്ചു കഴിഞ്ഞു. അജിത്ത് കഴിഞ്ഞാൽ ADGP-മാരിൽ സീനിയർ പോലീസ് ആസ്ഥാനത്തിന് ചുമതല വഹിക്കുന്നത് SS ശ്രീജിത്താണ്. അടുത്ത വർഷം ജൂലൈയിൽ റവാഡ ചന്ദ്രശേഖർ വിരമിക്കുമ്പോൾ DGP റാങ്കുള്ള യോഗേഷ് ഗുപ്ത, മനോജ് എബ്രഹാം എന്നിവരടക്കം 3 പേരിൽ നിന്നാകും പുതിയ പോലീസ് മേധാവിയെ കണ്ടെത്തുക. അജിത് കുമാർ DGP റാങ്കിലെത്തിയാൽ അദ്ദേഹത്തെയും പരിഗണിക്കും. മനോജ് എബ്രഹാമിനെ നിലവിലെ തസ്തികയെ വിജിലൻസിൽ തന്നെ തുടരാനാണ് സാധ്യത.